Good afternoon. Welcome to the literature session of our channel. Let's pursue our dreams together. This class is a continuation of our previous session that we are discussing about the play The Importance of Being Earnest. So we have seen that the play The Importance of Being Earnest can be categorized as a social comedy, comedy of manners, and a farcical comedy. അതായത് ദി ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ് എന്ന പ്ലേയെ നമുക്ക് സോഷ്യൽ കോമഡി, അതുപോലെ തന്നെ കോമഡി ഓഫ് മാനേഴ്സ്, ഫാർഷ്യൽ കോമഡി ഈ കാറ്റഗറിയിലെല്ലാം ഉൾപ്പെടുത്താവുന്ന ഒരു പ്ലേ ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഓസ്കാർ വൈൽഡിൻ്റെ, നമ്മുടെ റൈറ്ററിൻ്റെ പാരൻസ് ആൻഡ് സ്പൗസ് ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ, ഹിസ് ഫാദർ സർ വില്യം വൈൽഡ് വാസ് എൻ ഒഫ്താൽമോളജിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ഫാദറായ വില്യം വൈൽഡ് ഒരു ഒഫ്താൽമോളജിസ്റ്റ് ആയിരുന്നു. Mother Jane Wilde, she was an Irish poetess and supporter of the nationalist movement. ഒരു ഐറിഷ് പോയറ്റസ് ആയിരുന്നു, അതുപോലെ തന്നെ നാഷണലിസ്റ്റ് മൂവ്മെന്റിന്റെ സപ്പോർട്ടർ ആയിരുന്നു. ഷീ വാസ് ഫേമസ് അണ്ടർ ദി പെൻ നെയിം സ്പെറൻസ എന്ന പെൻ നെയിമിലൂടെ വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു ഐറിഷ് പോയറ്റസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ മാതാവായ ജെയിൻ വൈൽഡ്. ദെൻ സ്പൗസ് കോൺസ്റ്റന്റ് ലോയിഡ് ആണ്. സ്പൗസ് കോൺസ്റ്റന്റ് ലോയിഡ്, ഷി വാസ് എൻ ഐറിഷ് റൈറ്റർ ആണ്. ഇനി ഈ പ്ലേയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ബേൺ ബറിയിങ് എന്താന്ന് നമുക്ക് നോക്കാം. ടു ക്രിയേറ്റ് എ ഫിക്ടീഷ്യസ് സിനാരിയോ ദാറ്റ് പ്രൊവൈഡ്സ് എൻ എക്സ്ക്യൂസ് ഫോർ അവോയ്ഡിങ് അൺവാണ്ടഡ് എൻഗേജ്മെന്റ്. വൺസ് അഗൈൻ ഐ വിൽ റിപ്പീറ്റ്. To create a fictitious scenario that provides an excuse for avoiding unwanted engagement. അതായത് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു എൻഗേജ്മെന്റിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന, അതായത് ഫിക്ടീഷ്യസ് ആയിട്ടുള്ള, അതായത് ഇമാജിനറി ആയിട്ടുള്ള, നമുക്ക് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള എന്നൊക്കെ പറയാം, അത്തരമൊരു സിനാരിയോ ആണ് ബേൺ ബറിയിങ്. ഈ ബേൺ ബറിയിങ്ങിന് ഈ പ്ലേയിലുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് വഴിയെ കാണാം. സോ നമുക്ക് ക്യാരക്ടേഴ്സിന് നോക്കാം. ജോൺ വേർത്തിങ് പ്രോട്ടഗോണിസ്റ്റ് ആണ്. ഹിസ് പ്രോട്ടഗോണിസ്റ്റ് ഓഫ് ദി പ്ലേ ജോൺ വേർത്തിങ്. ഹി വാസ് ഓൾസോ കോൾഡ് ജാക്ക് വേർത്തിങ്ങും എന്നറിയപ്പെടും. അതുകൂടാതെ അദ്ദേഹത്തിന് ഏണസ്റ്റ് വേർത്തിങ് എന്നും അറിയപ്പെടുന്നുണ്ട്. ആക്ച്വലി ഹി ലീഡ്സ് ഒരു ഡബിൾ ലൈഫാണ് നയിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ കൺട്രി സൈഡിൽ അദ്ദേഹം ജോൺ വേർത്തിങ് ഓർ ജാക്ക് വേർത്തിങ് എന്നൊക്കെ അറിയപ്പെടും. പക്ഷേ ഇടയ്ക്കിടെ അദ്ദേഹം ലണ്ടനിൽ പോകാറുണ്ട്. ലണ്ടനിൽ പോകുന്നത് ആക്ച്വലി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ലണ്ടനിൽ പോകുന്നത്. ലണ്ടനിൽ പോകുമ്പോൾ അദ്ദേഹം അവിടെ അറിയപ്പെടുന്നത് ഏണസ്റ്റ് വേർത്തിങ് എന്ന പേരിലാണ്. ഓക്കെ, ഹി ഈസ് ദി ലാൻഡ് ഓണർ ഓഫ് ഹെർട്ട്ഫോർഡ്ഷെയറിന്റെ ലാൻഡ് ഓണർ ആണ്. അതുപോലെ തന്നെ ഹി വാസ് ദി ജസ്റ്റിസ് ഓഫ് ദി പീസ് എന്നും അറിയപ്പെടുന്നു. ഹി ഈസ് ദി ജസ്റ്റിസ് ഓഫ് ദി പീസ് ആൻഡ് ഹി വാസ് ദി ലാൻഡ് ഓണർ ഓഫ് ഹെർട്ട്ഫോർഡ്ഷെയർ. ആൻഡ് ഹി വാസ് ഓൾസോ ദി ഗാർഡിയൻ ഓഫ് സിസിലി കാഡ്യുവിന്റെ ഗാർഡിയനാണ്. ആരാണ് ഈ സിസിലി കാഡ്യു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി നമ്മുടെ ജോൺ വേർത്തിങ് ഒരു ഓർഫൺ ആണ്. അപ്പോൾ അദ്ദേഹത്തെ എടുത്തു വളർത്തിയത് തോമസ് കാഡ്യു എന്നൊരു വ്യക്തിയാണ്. ഈ തോമസ് കാഡ്യു മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഡോട്ടറായ സിസിലിയെ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് തോമസ് കാഡ്യു മരിക്കുന്നതിന് മുമ്പായിട്ട് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഡോട്ടറായ സിസിലി കാഡ്യുവിനെ നമ്മുടെ ജോൺ വേർത്തിങ്ങിനെ ഏൽപ്പിച്ചു. അങ്ങനെ അദ്ദേഹം സിസിലി കാഡ്യുവിന്റെ ഗാർഡിയനായി. സ്റ്റിഫാണ്, സ്മോക്കിംഗ്, ഡ്രിങ്കിങ് ഹാബിറ്റ്സ് എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ജോൺ വേർത്തിങ്. ആൻഡ് നെക്സ്റ്റ് കംസ് ആൽഗർനോൺ മോൺക്രിഫ് ആണ് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ഹി വാസ് എ ഫാഷനബിൾ യങ് നെഫ്യൂ ഓഫ് ലേഡി ബ്രാക്നലിന്റെ ഫാഷനബിൾ ആയിട്ടുള്ള യങ് നെഫ്യൂ ആണ് നമ്മുടെ ആൽഗർനോൺ മോൺക്രിഫ്.
ഹി വാസ് ഓൾസോ ലീഡ്സ് എ ഡബിൾ ലൈഫ്. അദ്ദേഹവും ഒരു ഡബിൾ ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ട്. ഹി ഓൾവേസ് സേസ് ഹാസ് ആൻ ഇമാജിനറി ഫ്രണ്ട്. ഇമാജിനറി ഫ്രണ്ട് ഉണ്ടെന്ന് പറയാൻ, ഇമാജിനറി ഫ്രണ്ട് ഉണ്ടെന്നല്ല, എപ്പോഴും ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറയാറുണ്ട്. ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. പല സിറ്റുവേഷനിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ടിനെ കാണുവാൻ പോവുകയാണ്. അതും ഇൽഹെൽത്തി ആയിട്ടുള്ള, വളരെ ഇൽഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ കാണുവാൻ പോവാന്ന് പറയാറുണ്ട്. ആ ഫ്രണ്ടിനെ ബേൺബറി എന്നാണ് പേര്. പക്ഷേ ആക്ച്വലി അങ്ങനെ ഫ്രണ്ട് ഇല്ല, അത് ഇമാജിനറി ഫ്രണ്ടാണ്. റിയൽ ഫ്രണ്ട് ജാക്ക് വർത്തിങ് ആണ്. നമ്മൾ ആൽഗിയെ, ഈ ആൽഗർണോണിനെ നമ്മൾ എക്സ്ട്രാവാഗൻ ഡാൻഡി എന്നാണ് ആൽഗർണോണിനെ വിളിക്കുന്നത്. നമ്മളല്ല, ഈ പ്ലേയിൽ പറയുന്നത് എക്സ്ട്രാവാഗൻ ഡാൻഡി എന്നാണ്. ബിക്കോസ് ഹീസ് ഓവർ കൺസേൺഡ് അബൌട്ട് ഹിസ് അപ്പിയറൻസ്, ഡ്രസ്, ലൈഫ് സ്റ്റൈൽ. ഇതിനെക്കുറിച്ചെല്ലാം ഓവർ കൺസേൺഡ് ആണ്. അപ്പിയറൻസിനെ കുറിച്ചും ഡ്രസ്സിനെ കുറിച്ചിട്ടും അതുപോലെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചെല്ലാം ഓവർ കൺസേൺഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ആൽഗർണോൺ മോൺക്രിഫ്. ഹി വാസ് എ ഫാഷനബിൾ യങ് നെഫ്യൂ ഓഫ് ലേഡി ബ്രാക്നെൽ. ലേഡി ബ്രാക്നെൽ ആരാന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ലേഡി ബ്രാക്നെൽ ആരാന്ന് നോക്കാം. ആൽഗർണോൺ സ്നാബിഷ്, മെർസിനറി ആൻഡ് ഡോമിനിയറിംഗ് ഓണ്ട് ആൻഡ് ഗവൻഡലിൻസ് മദർ. അതായത് ലേഡി ബ്രാക്നെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഗർണോണിൻ്റെ സ്നോബിഷായ, സ്നോബിഷ് മീൻസ് ലൈക്ക് എ സ്നോബ്, വളരെ പൊങ്ങച്ചക്കാരിയായ, വളരെ ധാർഷ്ട്യമുള്ള, അതായത് താൻ എപ്പോഴും സുപ്പീരിയർ ആണ്, അതായത് അപ്പർ ക്ലാസ് സൊസൈറ്റിയുടെ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എല്ലാം ഉള്ള ഒരു ലേഡിയായിരുന്നു ലേഡി ബ്രാക്നെൽ. തന്നേക്കാൾ, അതായത് ലോവർ ക്ലാസ്സിനെ എല്ലാം വളരെ ഇൻഫീരിയർ ആയിട്ട് പുച്ഛത്തോടു കൂടി കണ്ടിരുന്ന ഒരു വുമണാണ് നമ്മുടെ ലേഡി ബ്രാക്നെൽ. ആൻഡ് മേഴ്സിനറി മീൻസ്, അതായത് പ്രൈമർലി കൺസേൺഡ് വിത്ത് മേക്കിംഗ് മണി അറ്റ് ദി എക്സ്പെൻസ് ഓഫ് എത്തിക്സ്. എത്തിക്സിനൊന്നും യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. പ്രൈമറി കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കിംഗ് മണി, പണം ഉണ്ടാക്കുക എന്നതാണ് അവരുടെ പ്രൈമറി കൺസേൺ. എത്തിക്സിനൊന്നും അവരുടെ ലൈഫിൽ യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. ഡോമിനറി മീൻസ് ജസ്റ്റ് ലൈക്ക് ഡോമിനേറ്റിംഗ്. നമുക്ക് ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള പോലെ തന്നെ നമുക്ക് ഡോമിനറി അങ്ങനെ പറയാം. അതായത് അസേർട്ടിങ് വൺസ് വിൽ ഓവർ അനദർ, അതും ഇൻ എൻ അറഗന്റ് വേ. അതായത് നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുക, അതും വളരെ അരഗന്റ് ആയിട്ടുള്ള രീതിയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ലേഡി ബ്രാക്നെൽ. സോ ഷി വാസ് സ്നാബിഷ്, മെർസിനറി ആൻഡ് ഡോമിനിയറിംഗ് ആൻഡ് ഹി വാസ് ഗവൻഡലിൻസ് മദർ. ഗവൻഡലിൻ്റെ അമ്മയാണ്. ഈ ഗവൻഡലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജാക്ക് ജോൺ വർത്തിങ് ഒരു പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ലണ്ടനിലോട്ട് പോകാറുണ്ടെന്ന് നമ്മൾ കണ്ടു. ആ കുട്ടിയാണ് ഗവൻഡലിൻ. സോ ഗവൻഡലിൻ്റെ അമ്മയാണ് നമ്മുടെ ലേഡി ബ്രാക്നെൽ. അതുപോലെ തന്നെ ആൽഗർണോണിൻ്റെ ഓണ്ടുമാണ്. ഇനി ഗവൻഡോലൻ ഫെയർഫാക്സ്. ഗവൻഡോലൻ ഫെയർഫാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഗർണോൺസ് കസിൻ, ആൽഗർണോന്റെ കസിനാണ്. ആൻഡ് ലേഡി ബ്രാക്നെൽസ് ഡോട്ടർ, ലേഡി ബ്രാക്നെലിന്റെ ഡോട്ടറാണ്. ഇനി ഗവൻഡോലൻ ഈസ് ഇൻ ലവ് വിത്ത് ജാക്ക്. ഗവൻഡോലൻ ഈസ് ഇൻ ലവ് വിത്ത് ജാക്ക്. ജാക്കുമായിട്ട് ഇഷ്ടത്തിലാണ് ഗവൻഡോലൻ. ആക്ച്വലി ഷീ കോൾസ് ഹിം ഏണസ്റ്റ്. ഏണസ്റ്റ് എന്ന പേരിലാണ് അദ്ദേഹം അവിടെ അറിയപ്പെടുന്നത്. സോ അവൾക്ക് ഗവൻഡോലിന് ഏണസ്റ്റ് എന്ന പേരിലാണ് അദ്ദേഹത്തെ അറിയുന്നത്. ഇനി മറ്റ് ക്യാരക്ടേഴ്സാണ് മിസ് പ്രിസം. മിസ് പ്രിസം എന്ന് പറഞ്ഞാൽ സിസിലീസ് ഗവേണസ്. സിസിലിയെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഗവേണസിനെ നിർത്തിയിട്ടുണ്ട്. സിസിലീസ് ഗവേണസ് ആണ് മിസ് പ്രിസം. ദെൻ റെവറൻ കാനൻ ചോസിബിൾ, ദി റക്ടർ ഓഫ് ജാക്സ് എസ്റ്റേറ്റ്, ജാക്കിൻ്റെ എസ്റ്റേറ്റിലെ റക്ടറാണ്. ആൻഡ് ലെയിൻ, ആൽഗർണോൺ സെർവൻറ്റ്, ആൽഗർണോന്റെ സെർവൻ്റ് ആണ്. ദെൻ മെറിമാൻ, ദി ബട്ട്ലർ ഓഫ് ദി മാനർ ഹൗസ്, മാനർ ഹൗസിലെ ബട്ട്ലറാണ്. മാനർ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാക്സ് എസ്റ്റേറ്റ് ഇൻ ദി കൺട്രി, ജാക്സ് എസ്റ്റേറ്റ് ഇൻ ദി കൺട്രി, കൺട്രിയിലെ എസ്റ്റേറ്റ് ആണ് മാനർ ഹൗസ്. സോ ഈ വേറെ ചില ക്യാരക്ടേഴ്സിനെ നമുക്ക് പ്ലേയിൽ നേരിട്ട് നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷെ അവരെക്കുറിച്ച് പ്ലേയിൽ പരാമർശിച്ചിട്ടുണ്ട്. അവരാണ് മിസ്റ്റർ തോമസ് കാഡ്യൂ. നമ്മൾ പറഞ്ഞു തോമസ് കാഡ്യൂ
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ പ്ലേയിൽ നമുക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഒരുപാട് നമുക്ക് കാണാം. അദ്ദേഹമാണ് നമ്മുടെ ജാക്ക് വർത്തിങ്ങിൻ്റെ ഗാർഡിയനാണ്. സിസിലിയുടെ ഗ്രാൻഡ് പേ ആണ്. സോ മിസ്റ്റർ തോമസ് കാഡ്യൂ ആൻഡ് ലോർഡ് ബ്രാക്നൽ was a husband of Lady Bracknell, Mrs. Moncrieff, sister of Lady Bracknell, General Moncrieff, Ernest John, he was also called Ernest John. He was the husband of Mrs. Moncrieff and father of both Ernest and Algernon thinks that lower class ought to set an example for upper class. അതായത് ലോവർ ക്ലാസ് എപ്പോഴും അപ്പർ ക്ലാസ്സിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നിൽക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നമ്മുടെ ആൽഗർണോൺ മോൺക്രീഫ്. അതായത് ലേഡി ബ്രാക്നലിൻ്റെ വേ ഓഫ് റിങ്ങിങ് ബെൽ, അതായത് അവർ ബെല്ലെല്ലാം റിങ് ചെയ്യുന്ന ഒരു രീതിനെ അദ്ദേഹം വാഗ്നേറിയൻ മാനറിലാണ് ലേഡി ബ്രാക്നൽ ബെൽ റിങ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇനി ഫസ്റ്റ് ആക്ട്, സെക്കൻഡ് ആക്ട്, തേർഡ് ആക്ട്, 3 ആക്ട് പ്ലേ എന്ന് പറഞ്ഞു. നമുക്ക് ഫസ്റ്റ് ആക്ട് എവിടെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ആക്ട് ആൽഗർണോൺ മോൺക്രീഫ് ഹൗസ്, ഹാഫ് മൂൺ സ്ട്രീറ്റ്, ആഫ്റ്റർനൂൺ ആണ് ടൈം. ഫസ്റ്റ് ആക്ട് ആൽഗർണോൺ മോൺക്രീഫിൻ്റെ ഫ്ലാറ്റിലാണ്, ഹാഫ് മൂൺ സ്ട്രീറ്റിലാണ്, ആഫ്റ്റർനൂൺ ടൈം. സെക്കൻഡ് ആക്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 കൂടെ ഒരുമിച്ച് എഴുതിയതാണ്. ഗാർഡൻ ഓഫ് ദി മാനർ ഹൗസ്, വൂൾട്ടണിലാണ് മാനർ ഹൗസിൻ്റെ ഗാർഡനാണ് സെക്കൻഡ് ആക്ട്. തേർഡ് ആക്ടിൻ്റെ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് ടൈമാണ്, റൂം അറ്റ് ദി മാനർ ഹൗസിലെ റൂമാണ്. ഇതാണ് സെറ്റിംഗ്. ഇനി ലേഡി ബ്രാക്നൽ ഓണ്ട് ഓഗസ്റ്റേൻ, അതായത് ലേഡി ബ്രാക്നൽ കോൾഡ് ഓണ്ട് അഗസ്റ്റ ബൈ ഹെർ നെഫ്യൂ ആൽഗർണോൺ ലേഡി ബ്രാക്നലിനെ വിളിക്കുന്ന പേരാണ് ഓണ്ട് അഗസ്റ്റ എന്നൊരു പേരിലും ലേഡി ബ്രാക്നലിനെ ആൽഗർണോൺ വിളിക്കാറുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.